+1 അക്കൗണ്ടൻസിയിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ സംശയം ചോദിച്ചൊരു ഏരിയയാണ് ഡിപ്രീസിയേഷനിൽ മിഷനറി സെല്ല് ചെയ്യുന്ന കേസാണ് ഏറ്റവും കൂടുതൽ സംശയം ചോദിച്ചിട്ടുള്ളത്. മക്കളെ, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു മിഷനറി സെല്ല് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യമാണ്. സോ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ബഹാവുദ്ദീൻ. സോ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, ജിൽജിലാക്കി ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. നോക്കിയേ, ഓൺ 1st April 2021 the company purchased a machinery at a cost of 90,000 and spent ₹10,000 for its installation and transportation. അതായത് ഫേം എന്ത് ചെയ്തു, 90,000 രൂപക്ക് ഒരു അസറ്റ് വാങ്ങി 10,000 രൂപ എന്തിനു വേണ്ടി ചിലവാക്കി മക്കളെ, അതിന് ഇൻസ്റ്റാളേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആ 10,000 റുപ്പീസ് കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് 1 lakh ആയിട്ട് കൺസിഡർ ചെയ്യണം. കാരണം ഈ 1 lakh ആണെന്ത്, അസറ്റിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ബാക്കി നോക്കാം. On 1st July 2023, ഓക്കെ, ദ കമ്പനി സോൾഡ് മിഷനറി ഫോർ ₹70,000. അതായത് നമ്മൾ ഈ 1,00,000 രൂപക്ക് വാങ്ങിയ മിഷനറി ഫേം എന്ത് ചെയ്യാണ് മക്കളെ, 70,000 രൂപക്ക് സെല്ല് ചെയ്യുകയാണ്. പറഞ്ഞ കാര്യം ക്ലിയർ. റൈറ്റ് ഓഫ് ദ മിഷനറി അക്കൗണ്ട് ഫോർ ദി 2021-23 ദ കമ്പനി ക്ലോസസ് ഇറ്റ്സ് അക്കൗണ്ട്സ് ഓൺ 31st December എവറി ഇയർ. എല്ലാ വർഷവും 31st ഡിസംബറിന് എന്ത് ചെയ്യുന്ന മക്കളെ, നമ്മുടെ ബിസിനസ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ബാക്കി നോക്കാം. ഡിപ്രീസിയേഷൻ അറ്റ് 10% per annum ഓൺ ദി ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. അതായത് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം മക്കളെ, മിഷനറിന്റെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. എത്ര ശതമാനമാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത്? 10% ക്വസ്റ്റ്യന് റേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ഒരു മിഷനറി വാങ്ങിയാൽ നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഡെബിറ്റ് സൈഡിൽ വേണം റെക്കോർഡ് ചെയ്യേണ്ടത്. എങ്ങനെ? ഒരു അസറ്റ് വാങ്ങിയാൽ എവിടെ റെക്കോർഡ് ചെയ്തിരിക്കണം? ഡെബിറ്റ് സൈഡ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അതേപോലെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു അസറ്റിന്റെ വാല്യൂ കുറയുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങി, ഓക്കെ അല്ലേ, 1 lakh റുപ്പീസിനാണ് മൊബൈൽ ഫോൺ വാങ്ങിയത്. ക്ലിയർ? ഒന്ന് ആലോചിച്ച് നോക്കേ, ഒരു വർഷത്തിന് ശേഷം എന്റെ ഈ മൊബൈൽ ഫോണിന്റെ വാല്യൂ 1,00,000 രൂപ ഉണ്ടാവും. നിങ്ങൾ സിംപ്ലി ഗസ് ചെയ്ത് നോക്കേ, 1,00,000 രൂപ ഇന്ന് ഞാൻ വാങ്ങിയ മൊബൈൽ ഫോണാണ്. 1 year ആഫ്റ്റർ ഈ മൊബൈൽ ഫോൺ 1,00,000 രൂപ ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവത്തില്ല. അസറ്റിന്റെ വാല്യൂ കുറഞ്ഞുണ്ടാവും. അതായത് മൊബൈൽ ഫോണിന്റെ വാല്യൂ കുറഞ്ഞുണ്ടാവും അല്ലേ? ഇങ്ങനെ കുറയാനുള്ള റീസൺ എന്താ? ദാറ്റ്സ് കോൾഡ് ഡിപ്രീസിയേഷൻ. അതായത് ഇതിന്റെ വാല്യൂ കുറയും, മൂല്യം കുറയും. എന്തുകൊണ്ടാ? ഉപയോഗിച്ചത് കൊണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇങ്ങനെ അസറ്റിന്റെ വാല്യൂ കുറയുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേര് ഡിപ്രീസിയേഷൻ അല്ലേ? സോ ഡിപ്രീസിയേഷൻ എപ്പോൾ ചാർജ് ചെയ്താലും അസറ്റിന്റെ വാല്യൂ കുറയും. അതായത് നമ്മൾ എവിടേക്ക് റെക്കോർഡ് ചെയ്തിരിക്കണം? ക്രെഡിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എവിടെയൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കേണ്ടത്? ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്തിരിക്കണം. മറ്റൊരു കാര്യം കൂടെ, ഓരോ വർഷത്തിന്റെയും അവസാനത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക മക്കളെ, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇവിടെ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് 31st December ആണെന്ത്, വർഷത്തിന്റെ അവസാനം, ഇയർ എൻഡ്, അക്കൗണ്ടിങ് ഇയർ എൻഡ് അല്ലേ? അപ്പം ഓരോ വർഷം 31st December നമ്മൾ എന്ത് ചെയ്തിരിക്കേണ്ടത്? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഡയറക്ട്ലി റെക്കോർഡ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എത്ര രൂപയ്ക്ക് അസറ്റ് വാങ്ങിയിട്ടുള്ളത്? 1,00,000 രൂപയ്ക്കാണ് അല്ലേ? ഏത് ഡേറ്റിനായിരുന്നു? 1st January 2021. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യാം. പറഞ്ഞിട്ടുണ്ട് ഒരു മിഷനറി വാങ്ങുമ്പോൾ എവിടെയൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കേണ്ടത്? അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം അല്ലേ? എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 lakh റുപ്പീസ് റെക്കോർഡ് ചെയ്യുന്നു. എവിടെ റെക്കോർഡ് ചെയ്യും മക്കളെ? മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്തു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി നോക്കാം. സോ ഇനി ഇവിടെ മറ്റൊന്നും പറയുന്നില്ല, 10% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, വർഷത്തിന്റെ അവസാനം, ഇയറിന്റെ എൻഡിലായിരിക്കണം അല്ലേ? എത്രയായിരിക്കും മക്കൾ അവിടെ ഡിപ്രീസിയേഷൻ ഉണ്ടാവുക? ഡിപ്രീസിയേഷൻ ഓക്കെ, എത്രയായിരിക്കും ഡിപ്രീസിയേഷൻ ഉണ്ടാവുക? 1,00,000 നമ്മുടെ അസറ്റിന്റെ വാല്യൂ അല്ലേ മക്കളെ? സോ 1,00,000 ഇൻറ്റു 10% എത്ര ഉണ്ടാവും? ദാറ്റ് ഈക്വൽ ടു 10,000 റുപ്പീസ് ആയിരിക്കും ഡിപ്രീസിയേഷൻ വരാം. ഇത് പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓക്കെ, സെറ്റ് അല്ലേ? അതായത് 1,00,000 അസറ്റ് വാങ്ങിയ വില, വർഷത്തിന്റെ അവസാനം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? അസറ്റിന്റെ കോസ്റ്റ് 1,00,000 ഇൻറ്റു 10%. കാരണം 10% ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുള്ളത്. സോ 10% ദാറ്റ് ഈക്വൽ ടു 10,000. ഇത് ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യാം, നമുക്ക് സാധാരണ ഒരു ലെഡ്ജർ എങ്ങനെയാണോ ബാലൻസ് ചെയ്യുക അതേ പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യണം മക്കളെ, ബാലൻസ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ചില്ലിമ്പുളിയാക്കി ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കിയേ. 1 lakh, അതേസമയം തന്നെ 1 lakh മൈനസ് 10,000 ദാറ്റ് ഈക്വൽ ടു 90,000. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ബാലൻസ് ക്യാരി ഡൗൺ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ വർഷം 2022, 1/1/2022 ബാലൻസ് ബ്രോ ഡൗൺ. എത്രയുണ്ട്? 90,000. ഇതിന് മീനിങ് എന്താ? അതായത് January 1 എൻ്റെ കയ്യിൽ 1,00,000 രൂപയുടെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. വർഷത്തിന് അവസാനമായപ്പോഴേക്കും അതിന് എന്ത് ചെയ്തു? 10,000 രൂപ വാല്യൂ കുറഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ എത്ര രൂപയുടെ അസറ്റേ ഉള്ളൂ? എത്ര രൂപയുടെ മൊബൈൽ ഫോണേ ഉള്ളൂ? 90,000 രൂപയുടെ മൊബൈൽ ഫോൺ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? 10,000 വാല്യൂ കുറഞ്ഞു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ വർഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്തിരിക്കണം മക്കളെ? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം.
പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ചോദ്യത്തിൽ 2022 പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഈ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ അസറ്റിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അർത്ഥം. പറഞ്ഞ കാര്യം ക്ലിയർ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, 31 ഡിസംബർ 2022 നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ വീണ്ടും എത്രയായിരിക്കും മക്കളെ ഡിപ്രീസിയേഷൻ ഉണ്ടാവുക? ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ വിൽ ബി 10,000. ഹൗ, എങ്ങനെയാണെന്നറിയാവോ? നോക്കിക്കേ, എത്ര രൂപക്ക് നമ്മൾ മിഷനറി വാങ്ങിയത്? 1 ലക്ഷം രൂപക്ക് മിഷനറി വാങ്ങിയത് അല്ലേ, ഇൻറ്റു 10%. വീണ്ടും 1 ലക്ഷമാണ് അസറ്റ് വാങ്ങിയ വില ഇൻറ്റു 10% ആർട്ടിക്കൽ 10,000 റുപ്പീസ് എന്ത് കിട്ടി മക്കളെ? പിന്നെയും ഡിപ്രീസിയേഷൻ കിട്ടി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ സാധാരണ ഒരു ലെഡ്ജർ നമ്മൾ എങ്ങനെയാണോ ബാലൻസ് ചെയ്യുക അതേ പാറ്റേണിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം മക്കളെ, ബാലൻസ് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? എങ്ങനെയാ, 90,000. ഓക്കെ, 90,000 മൈനസ് 10,000 ദാറ്റ് വിൽ ബി 80,000 എന്ത് പറഞ്ഞ റെക്കോർഡ് ചെയ്യും? ബാലൻസ് ക്യാരി ഡൗൺ. എങ്ങനെ? ബാലൻസ് ക്യാരി ഡൗൺ. പറഞ്ഞ കാര്യം ക്ലിയർ. ഇത് ക്ലിയർ ആണോ? ഇത് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? രണ്ടാമത്തെ വർഷം 90,000 രൂപയായിരുന്നു അസറ്റ് ഉണ്ടായിരുന്നത്. ഈ വർഷം വീണ്ടും ഉപയോഗിച്ചപ്പോൾ 10,000 രൂപ വീണ്ടും അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപയുടെ അസറ്റ് ആണുള്ളത്? 80,000 രൂപയുടെ അസറ്റ് ആണുള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ 1/1/2023 മൂന്നാമത്തെ വർഷം ബാലൻസ് ബ്രോ ഡൗൺ. എത്ര അസറ്റിന്റെ വാല്യൂ? 80,000 രൂപയാണ് അസറ്റിന്റെ വാല്യൂ. ഇവിടെ ശ്രദ്ധിക്കുക, മൂന്നാമത്തെ വർഷം നമ്മൾ എന്താ മക്കളെ ചെയ്യുന്നത്? ഓൺ 1 ജൂലൈ 2023 ദ കമ്പനി സോൾഡ് മിഷനറി ഫോർ ₹70,000. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ? 1 ജൂലൈ 2023 നമ്മൾ മിഷനറി വിൽക്കുകയാണ്. പറഞ്ഞ കാര്യം ക്ലിയർ. എത്ര രൂപക്ക്? 70,000 രൂപക്ക്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒരു അസറ്റ് വിറ്റാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എത്ര രൂപക്കാണോ സെല്ല് ചെയ്തത് ആ സെല്ല് ചെയ്ത എമൗണ്ട്, അതായത് സെയിൽ നടത്തിയിട്ടുള്ള എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം മക്കളെ? റെക്കോർഡ് ചെയ്തിരിക്കണം. എങ്ങനെ? എത്ര രൂപക്കാണോ അസറ്റ് സെല്ല് ചെയ്തിട്ടുള്ളത് ആ സെല്ല് ചെയ്ത ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്തിരിക്കണം. ഇവിടെ ഒന്ന് ഗസ് ചെയ്ത് നോക്കേ. ഒരു അസറ്റ് വാങ്ങിയാൽ നമ്മൾ എവിടേക്ക് റെക്കോർഡ് ചെയ്യും? ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും അല്ലേ? അപ്പൊ മക്കളെ ഒന്ന് സിമ്പിളി ഗസ് ചെയ്ത് നോക്കി. ഒരു അസറ്റ് വിറ്റാൽ അപ്പോൾ എവിടേക്ക് റെക്കോർഡ് ചെയ്യുക? ക്രെഡിറ്റ് സൈഡിലേക്കായിരിക്കും റെക്കോർഡ് ചെയ്യുക. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഏതാ ഡേറ്റ്? 1/7/2023 എന്ത് പറഞ്ഞ റെക്കോർഡ് ചെയ്യും? ക്യാഷ്. എത്രയാ മക്കളെ എമൗണ്ട്? 70,000, 70,000. ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു അസറ്റ് വിറ്റാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? അതിൽ ഒന്നാമത്തെ കാര്യം സെല്ല് ചെയ്ത ക്യാഷിനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. എവിടെയൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടത്? വാങ്ങിയാൽ ഡെബിറ്റിൽ റെക്കോർഡ് ചെയ്യും, ആ വിറ്റാലോ നേരെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും. എന്ന് പറഞ്ഞിട്ട് ക്യാഷ് 70,000 റുപ്പീസ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ. സെറ്റ് അല്ല എല്ലാവർക്കും? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെല്ല് ചെയ്ത ഡേറ്റ് വരെയുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. അതായത് ഇവിടെ ജൂലൈ 1 നമ്മൾ അസറ്റ് വിൽക്കുന്നത്. ഓക്കെ അല്ലേ? എന്താ ഇവിടെ നമ്മൾ അപ് ടു ജൂലൈ 1 വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു അസറ്റിനെ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ ജൂലൈ 1 വരെയുള്ള ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തേത് ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഡിപ്രീസിയേഷൻ വന്നാൽ എവിടെ റെക്കോർഡ് ചെയ്തിരിക്കേണ്ടത്? അതിന് ക്രെഡിറ്റ് സൈഡ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം അല്ലേ? എത്ര ഉണ്ടാവുന്ന ഡിപ്രീസിയേഷൻ? 1 ലക്ഷമാണ് അസറ്റിന്റെ വാല്യൂ. മക്കളെ ആണോടാ? എങ്ങനെ? 1 ലക്ഷം രൂപയാണ് അസറ്റിന്റെ വാല്യൂ. സോ 1 ലക്ഷം ഇൻറ്റു 10% ഇൻറ്റു 6/12. അപ്പൊ നിങ്ങൾ നോക്കുന്നുണ്ടാവും ഇപ്പൊ ഈ 6/12 എവിടുന്ന് കയറി വന്നുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കാം. ഇവിടെ നമ്മൾ 10% മാത്രം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റീസൺ എന്താ? ജനുവരി മുതൽ ഡിസംബർ വരെ അസറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ക്ലിയർ? ഇവിടെയും ജനുവരി മുതൽ ഡിസംബർ വരെ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാത്തത്? 10% മാത്രം ചെയ്തത്. ഇൻറ്റു മന്ത് ബൈ 12 നമ്മൾ ചെയ്യാത്ത റീസൺ എന്താ? ഒരു വർഷം മുഴുവനായി ഉപയോഗിച്ചത് കൊണ്ടാണ്. എന്നാൽ ഇവിടേക്ക് നോക്കുമ്പം ജനുവരി 1 മുതൽ ജൂലൈ 1 വരെ മാത്രമേ നമ്മൾ ഈ അസറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ. പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ? എങ്ങനെ? ജനുവരി 1 മുതൽ ജൂലൈ 1 വരെ, അതായത് എത്ര മാസം ഉപയോഗിച്ചു? ജാന്, ഫെബ്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ജൂലൈ 1 തീയതി വിറ്റു. അപ്പൊ ഈ മാസം ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എത്ര മാസം യൂസ് ചെയ്തു? 6 മാസം. അങ്ങനെയാണെങ്കിൽ എത്ര മാസമാണോ യൂസ് ചെയ്തത് ആ യൂസ് ചെയ്തതിന്റെ ഡിപ്രീസിയേഷൻ മാത്രം കുറച്ചാൽ മതി. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? എടാ നമ്മളൊരു അസറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ യൂസ് ചെയ്തതിന്റെ വാല്യൂ മാത്രം കുറച്ചാൽ പോരെ? ഇനി ഉപയോഗിക്കാനുള്ളതിനെ കൂടി വാല്യൂ നമ്മൾ കുറയ്ക്കുന്നതിന്റെ മുകളിൽ ഇല്ലല്ലോ. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? സോ 6 മാസമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 6 മാസത്തെ തേയ്മാനം, 6 മാസത്തെ ഡിപ്രീസിയേഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ ഹിയർ ദ ഡിപ്രീസിയേഷൻ എമൗണ്ട് വിൽ ബി 5,000. 5,000 രൂപയാണ് എന്ത് മക്കളെ വരാ? ഡിപ്രീസിയേഷൻ എമൗണ്ട് വരാം. പറഞ്ഞ കാര്യം ക്ലിയർ? എല്ലാവർക്കും സെറ്റ് അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ലാസ്റ്റ് ആൻഡ് ഫൈനലി മൂന്നാമതായി നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യം, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടെത്തിയിരിക്കണം. എങ്ങനെ? പ്രോഫിറ്റ് ആണോ അതല്ലെങ്കിൽ ലോസ് ആണോ എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്തിരിക്കണം മക്കളെ? കണ്ടെത്തിയിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ല? അതെങ്ങനെ കണ്ടെത്താന്ന് അറിയാവോ?
പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ഒന്ന് സിമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എത്ര രൂപക്കാണ് ഈ അസറ്റ് വാങ്ങിയത്? നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, എത്ര രൂപക്ക് നമ്മൾ അസറ്റ് വാങ്ങിയത്? 1,00,000 രൂപക്ക് നമ്മൾ അസറ്റ് വാങ്ങിയത് അല്ലേ? ഇപ്പോഴത്തെ ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്ര? ടോട്ടൽ ഡിപ്രീസിയേഷൻ മീൻസ് ഇവിടെ ആകെ എത്ര തേയ്മാനം വന്നിട്ടുണ്ട് അസറ്റിന്? 10,000 ഫസ്റ്റ് ഇയർ, 10,000 സെക്കൻഡ് ഇയർ, 5,000 തേർഡ് ഇയർ അല്ലേ? സോ ആകെ 25,000 എന്ത് വന്നിട്ടുള്ളത്? ടോട്ടൽ ഡിപ്രീസിയേഷൻ വന്നിട്ടുള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അപ്പൊ എത്ര കിട്ടി? 75,000. ഈ 75,000 വിളിക്കുന്ന പേരാണ് എന്ത്? വാല്യൂ അറ്റ് ദ ടൈം ഓഫ് സെയിൽ. വാല്യൂ അറ്റ് ദി ടൈം ഓഫ് സെയിൽ. എന്താ വാല്യൂ അറ്റ് ദ ടൈം ഓഫ് സെയിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വിൽക്കുന്ന സമയത്ത് നമ്മുടെ അസറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 75,000. ഇത് പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കുക? ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് ടോട്ടൽ ഡിപ്രീസിയേഷൻ. ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് എത്ര രൂപക്കാ വാങ്ങിയത്? 1,00,000 രൂപക്ക് നമ്മൾ ഈ അസറ്റ് വാങ്ങിയത് അല്ലയോടാ? അല്ലേ? മൈനസ് ടോട്ടൽ ഡിപ്രീസിയേഷൻ. ഇതുവരെ ആകെ എത്ര ഡിപ്രീസിയേഷൻ വന്നു? 10,000, 20,000, 25,000 അല്ലേ? സോ ആകെ 25,000 ടോട്ടൽ ഡിപ്രീസിയേഷൻ വന്നത്. ബാലൻസ് എമൗണ്ട് എത്ര? 75,000 കിട്ടി. ഈ 75 വിളിക്കുന്ന പേരാണിത് വാല്യൂ അറ്റ് ദ ടൈം ഓഫ് സെയിൽ. അപ്പൊ എന്താ വാല്യൂ അറ്റ് ദ ടൈം ഓഫ് സെയിൽ? വിൽക്കുന്ന സമയത്തുള്ള നമ്മുടെ അസറ്റിന്റെ വാല്യൂ എത്രയാണോ അതിന് വിളിക്കുന്ന പേരാണത് മക്കളെ വാല്യൂ അറ്റ് ദ ടൈം ഓഫ് സെയിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 75,000 നമ്മുടെ അസറ്റിന്റെ വാല്യൂ. നമ്മൾ എത്ര രൂപക്കാ വിറ്റത്? 70,000. ലാഭമാണോ നഷ്ടമാണോ? മനസ്സിലായോ? എടാ 75,000 രൂപയുടെ ഒരു സാധനം നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? 70,000 രൂപയ്ക്ക് വിറ്റു. ലാഭമാണോ നഷ്ടമാണോ? നഷ്ടം അല്ലേ? എത്ര രൂപ നഷ്ടം? 5,000 രൂപ നഷ്ടം. കറക്റ്റ് ആണോ? ലോസ് വന്നാൽ നമ്മൾ അതിന് എവിടേക്ക് റെക്കോർഡ് ചെയ്തിരിക്കുന്ന അറിയാവോ? ക്രെഡിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്തിരിക്കണം. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ലോസ്, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ? ഇവിടെ എത്ര നഷ്ടം വന്നത്? 5,000. പറഞ്ഞ കാര്യം ക്ലിയർ? സെറ്റ് അല്ലേ? ഇത് ഓക്കെ അല്ലേ? ലാസ്റ്റ് ആൻഡ് ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്താൽ രണ്ട് സൈഡും അസറ്റിന് എന്തായിരിക്കും വരാ? ഈക്വൽ വാല്യൂ ആയിരിക്കും വരാം. അതായത് 80,000 ആയിരിക്കും വരാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഒരു അസറ്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡും ഓക്കെ ആയിട്ട് വരും, ഈക്വൽ ആയിട്ട് വരും. രണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ ഈക്വൽ ആയിട്ട് വരത്തില്ല. രണ്ടും ഡിഫറെന്റ് എമൗണ്ട് ആയിരിക്കും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ടാവുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതായത് ഇവിടെ ഒരൊറ്റ അസറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവസാന ഇയറിലേക്ക് വിൽക്കുന്ന വർഷം എന്തായിട്ട് വന്നത്? രണ്ട് സൈഡും ഒരേ എമൗണ്ട്, ഈക്വൽ എമൗണ്ട് ആയിട്ട് വന്നിട്ടുള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ? സോ ഒരു അസറ്റ് വിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു മക്കളെ? 3 കാര്യങ്ങളെ പറ്റി ശ്രദ്ധിക്കണം. ഒന്ന്, വിറ്റ ക്യാഷ്. എത്ര രൂപക്കാണ് വിറ്റത്? ആ വിറ്റ ക്യാഷിന് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം മക്കളെ, ഡിപ്രീസിയേഷൻ. അതായത് എത്ര മാസമാണോ വിൽക്കുന്ന വർഷം 2023 എത്ര മാസമാണോ ഉപയോഗിച്ചത്, ആ മാസത്തെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം വരെ അതുവരെയുള്ള ഡിപ്രീസിയേഷനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. മൂന്നാമതായി ലാഭമോ നഷ്ടമോ. അതായത് ഈ അസറ്റ് വിൽക്കുന്ന സമയത്ത് കമ്പനിക്ക് ലാഭമാണോ നഷ്ടമാണോ കിട്ടിയിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് നോക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഹിയർ 75,000 rupees ആയിരുന്നു വാല്യൂ അറ്റ് ദ ടൈം ഓഫ് സെയിൽ. വിൽക്കുന്ന സമയത്തുള്ള അസറ്റിനെ വില കിട്ടിയിരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 75,000 സാധനം 70,000 വിറ്റു. 5,000 നഷ്ടം വന്നാൽ എവിടേക്ക് റെക്കോർഡ് ചെയ്യും? മിഷനറി അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ മക്കളെ നമ്മൾ എന്ത് ചെയ്തിരിക്കും? റെക്കോർഡ് ചെയ്തിരിക്കും. ഈസ് ആർ ക്ലിയർ? ഇത് ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? സോ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. എന്തായാലും ഓർത്ത് വെക്കുക. എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലായിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ വീഡിയോസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, എല്ലാ ടോപ്പിക്കും എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ മറ്റൊരു വീഡിയോ നമുക്ക് എന്ത് മക്കളെ വീണ്ടും കണ്ടുമുട്ടാം, വീണ്ടും ഏറ്റുമുട്ടാം. സോ നമുക്ക് വീണ്ടും കാണാം. ബൈ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.